കിടന്ന് ഉറങ്ങുന്നുണ്ട്. സമയം 8:30 എഴുന്നേക്കത്തില്ല. എവിടെ അത് അടിക്കടാ അവിടുന്ന് നേരം കൊണ്ട് വിളിക്കും. ഇവിടെ സുഖം ഉറക്കം. നീക്കടി, ഞാൻ എണ്ണീറ്റ് നീ പോയി പല്ലിയാക്ക് റെഡിയാവോ. ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ നൈറ്റിലാണ് വന്നത്. പക്ഷെ നമ്മൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഫസ്റ്റ് മോർണിംഗ് എന്ന് വേണേൽ പറയാം. ഫസ്റ്റ് മോർണിംഗ് നമ്മൾ ബാലിയിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ റിസോർട്ടിൽ തന്നെ ഫുഡുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ചിക്കൻ എന്തോ വേണം എടുത്തോളാം. തന്നെ കറിച്ചട്ടിയോ റൈസ് കഴിക്കുന്നതിനാണ്. ആ മുട്ട ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ പേര് വെജാണോ നോണാണോ പോലെ എങ്ങനെ അറിയാൻ മനുഷ്യൻ. ബീഫ്, ഇത് ചിക്കൻ ബ്ലാക്ക് പെപ്പർ വേണോ? ഒരു കാലെടുക്കണം. അതുകൊണ്ട് കാല് കിടക്കുന്നത്. കാല് കോഴി തന്നെയാണോ? ഇവിടുത്തെ കോഴി ഇങ്ങനെ ഒക്കെയോ ഉണ്ട്. അങ്ങുണ്ട് നല്ല മണം. ഞാൻ ജീവിതത്തിലായിട്ട് കഴിക്കാൻ പോവാം. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പുറത്ത് തന്നെ അതിനകത്ത് തന്നെ ഇങ്ങനെ പൂളും പിന്നെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ. നല്ല റിസോർട്ട്. ഈ റിസോർട്ട് കാണാനും അതിൻ്റെ ഇൻറ്റീരിയറിലാണെങ്കിലും ശരി ഔട്ട്ഡോർ ആണെങ്കിലും ശരി എല്ലാം നല്ല രസമാണ്. പിന്നെ ഇന്തോനേഷ്യ ഫുഡിനെ പറ്റി പറയാം. ഞാൻ പല രാജ്യത്തും പോയിട്ടും അവിടുത്തെ ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു രാജ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടുത്തെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കടകളൊക്കെ തപ്പി പോകാറുണ്ട്. പക്ഷേ ഇന്തോനേഷ്യ വന്നിട്ട് അവരുടെ ഫുഡ് എനിക്ക് ഒരെണ്ണം പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ തോന്നിയില്ല. എല്ലാം അടിപൊളിയായിട്ട് അവരുടെ മെയിൻ ഫുഡുകളെല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു വേറൊരു ടേസ്റ്റുമാണ്. നമ്മളുടെ ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റും അല്ല. പക്ഷേ എനിക്കറിയത്തില്ല, പ്രത്യേകിച്ച് അവരുടെ ഫ്രൈഡ് റൈസ്, അവരുടെ ന്യൂഡിൽസ്, ഇതൊക്കെ അവരുടെ മെയിനായിട്ടുള്ള ഫുഡ്. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ റെസിപ്പി കണ്ടുപിടിച്ച് ഇപ്പം തിരിച്ച് വന്നിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാത്രമല്ല നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ ഇന്തോനേഷ്യൻ ഫുഡ്. അപ്പം ഇതാട്ടോ വെളിയിലത്തെ കാഴ്ച. ഇതിനപ്പുറം കടലാട്ടോ. നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് കടലൊക്കെ കാണാൻ പറ്റും. ബുദ്ധൻ നമ്മുടെ ദേവിയുണ്ട്. ഗണപതി ഉണ്ട്. ഗണപതിയാണോ? ഗണപതി അത് പിന്നല്ല, ഇവിടെ ഗണപതിയുടെ അമ്പലം ഉണ്ട്. ആണോ? ഫുള്ള് ഗണപതി ഉണ്ട് ഇവിടെ. അങ്ങനെ ഗണപതി ഭക്തരാണ്. ബുദ്ധൻ. ഗൈസ്, നമ്മളപ്പം ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ മുഖം എന്താ ഇരിക്കുന്നത്, അലവലാതി പോലെ ഇരിക്കുന്നത്.
നമ്മൾ ചെന്ന സമയത്ത് അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാവേ, കടകളിലും വീടുകളിലൊക്കെ. അപ്പോൾ ഒരു മോൾ അവിടെ നിന്ന് നമ്മൾ പണ്ട് അരിയും കുട്ടാനും വെച്ച് കളിക്കത്ത് അതുപോലെ ഇന്ന് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത കേട്ടോ. ഞാൻ മെയിൻ റോഡിൽ കയറിയാണ്. നമ്മൾ വന്ന റോഡ് തന്നെയാണ് അത്. കള്ള് ഷോപ്പ്, ടോഡി ഷോപ്പ്. ഇതൊക്കെ കാണാൻ നമ്മുടെ നാട്ടിൽ ഭയങ്കര പൈസ കൊടുത്തിട്ട് ഇവരുടെ ഫാർമേഴ്സിന്റെ തൊപ്പിയാണത്. ഓ നൈസ്. ഇത് എക്സാക്ട്ലി നമ്മൾ അന്ന് ടോഡി ഷോപ്പിൽ പോയില്ലേ കുട്ടനാട്, സെയിം റൂട്ട് പോലെ അല്ലേ, സെയിം വൈബ്, സെയിം റൂട്ട്, കടകൾ എക്സാക്ട്ലി. എന്തിന് നമ്മളിവിടെ വന്നു? നമ്മുടെ കേരളം ഇതല്ലേടാ. കുറച്ച് ഏരിയ ഉള്ളു ഇങ്ങനെ, ഇത് ഗ്രാമപ്രദേശമാണ്. ബാക്കിയൊക്കെ വേറെ ഇത്, ബാക്കി ഫുള്ള് പോസ്റ്റ്. നമ്മുടെ കേരളം ഓ നൈസ് നൈസ്. ഓ എന്തൊരു തണുപ്പ്, നല്ല തണുപ്പ്. ഇങ്ങനെയുള്ളതൊക്കെ വേണം മറ്റേ ക്യാമറ ഷൂട്ട് ചെയ്യാൻ. അമ്പലോ ഇവിടെ കൈ പൊക്കി പിടിക്കാൻ പറ്റില്ല, കാരണം വണ്ടി ചേർന്നേർന്നാ വരുന്നത്, വഴി ചേർന്നായിട്ട്. മഴ 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 നനഞ്ഞു പോവാ. മഴ മഴ അതൊക്കെ ചെയ്യാം. മഴ മഴ കട കട. ദീപു മഴയാണ് മഴ. ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ മഴ. പിന്നെ ഞങ്ങൾ വെച്ച് തോന്നിട്ട് പോകാന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക. എങ്ങനെയുണ്ട് സ്ഥലം? കേരളം, ആലപ്പുഴ, കുട്ടനാട്. ഇത് ഏത് സ്ഥലം? ഇത് പക്ക ഉബൂത് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മുടെ കുട്ടനാടൊക്കെ പോലെ കൃഷിയും അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തണുത്ത്. ഇപ്പം ഒന്നുകൂടെ പെയ്യും. അപ്പം ഞങ്ങൾ വെച്ചിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇനി 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഒന്ന് തോരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം തന്നെ ബാലി സ്വിങ് കയറാൻ വേണ്ടി കേട്ടോ വന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ലോങ് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ടെയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്ന, നമ്മൾ മിക്ക വീഡിയോസിലും ഒക്കെ കാണുന്ന അവിടെയാട്ടോ നമ്മൾ ആദ്യം വന്നത്. അപ്പം ഞങ്ങൾ അവിടെ കുറേ ഏരിയയിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിലൊരിടത്ത് വലിയ ആൾ തിരക്കില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെയാണ് കേട്ടോ പോയത്. പിന്നെ കോസ്റ്റ്യൂം ഉണ്ട് കേട്ടോ, അത് വേറെ നമ്മൾ പൈസ കൊടുക്കണം. അത് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ, അല്ലാതെ ടിക്കറ്റ് ചാർജ് മാത്രം കൊടുത്താൽ മതി. സ്വപ്ന സുന്ദരി. അപ്പോൾ അധികം ആൾ തിരക്കില്ലാത്തടത്തോട്ടോ നമ്മൾ വന്ന്. പിന്നെ പല ടൈപ്പ് പല കളർ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒരാൾ ഉപയോഗിച്ചത് മറ്റൊരാൾക്ക് ഇടാൻ കൊടുക്കത്തില്ല, അവർ കഴുകിയതിന് ശേഷം മാത്രമേ തരത്തുള്ളൂ.
ഞാനിതിൻ്റെ വീഡിയോ ഇടുമ്പോൾ പലരും എന്നോട് ചോദിച്ച് പേടിയുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പേടിയില്ല. പക്ഷേ നമുക്കൊരു ബെൽറ്റ് അവർ അതിലോട്ട് ആ സ്വിങ്ങിലേക്ക് ഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈ വിട്ടാലും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. താഴ്വശം കൊക്കയാണ്, വല്ലം പൊട്ടിപ്പോയാൽ താഴെ വീഴും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. പിന്നെ നമ്മളൊരു ധൈര്യത്തിൽ കയറുന്നത്. എനിക്ക് പിന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജീവനെ പറത്ത് വിടാൻ പോവാ, പറത്ത് വിടാൻ. മിക്കവാറും തൊപ്പി ഇന്ന് പറന്നു പോവും. Open your hand. ഞങ്ങൾ പോയടുത്ത് ഓരോരുത്തർക്കും ഓരോ ആൾക്കാർ വീതം അവർ തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫോണിലോ നമ്മൾ ക്യാമറ കൊടുക്കുവാണെങ്കിൽ അതിലൊക്കെ അവരൊത്തിരി വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി തന്നിട്ടുണ്ടായിരുന്നു, എല്ലാം അവർ തന്നെ നമുക്ക് എടുത്തു തന്നു. പക്ഷെ നമ്മുടെ ഫോണിൽ തന്നെ ആന്നേ ഉള്ളൂ എടുത്തു തന്നത്. പക്ഷേ ഒരുപാട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസവും ഉണ്ടായിരുന്നു അത്യാവശ്യം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സ് ഇടാൻ, എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയതാണ്. നമ്മളിവിടെ നിന്ന് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയൂ. ജീവന് തല കറങ്ങി, അതാ ഞാൻ ചോദിച്ചത്. സ്വിങ്ങിലാടിയപ്പോൾ എനിക്ക് പണ്ട് ഊഞ്ഞാല് കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങുമായിരുന്നു. പിന്നെ ഒരു ധൈര്യത്തിന് കയറിയതാ. ജീവനെ ശരിക്കും ഹൈറ്റിൽ ചെയ്യിച്ചു. എനിക്ക് അത്ര ഹൈറ്റ് വരെ ചെയ്തില്ല. എനിക്ക് പേടിച്ചില്ല. എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ. വേണോ അതിന് എൻ്റെ നോക്കൂ എന്നാ. എനിക്ക് വേണ്ട. മറ്റേ നമ്മൾ തറ കഴുകുന്ന ഒരു സാധനം ഇല്ല, അതിൻ്റെ മണവും രുചി ഞാൻ ആക്കിയിട്ടുണ്ട് പണ്ടത്. എന്നെ എടുക്കും പിന്നെ എടുക്കാനൊന്നും വയ്യ. അയ്യോ അവസാനമായപ്പോൾ പച്ചവെള്ളത്തിൻ്റെ രുചി. ആദ്യത്തെ ഇതേ ഉള്ളൂ. ഇനി അടുത്ത എവിടോട്ടാ? അടുത്ത വീട്ടിലോട്ട്. ഇത് പോരടി, ഇതല്ലേ മെയിൻ സാധനം. പിന്നെ ഇവിടെ മങ്കി മ്യൂസിയം, മങ്കി ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു പാലസ് ഉണ്ട്. എവിടോട്ടും പോവാം, നോക്കട്ടെ. ഇവിടെ ഒത്തിരി അടുത്തുണ്ടല്ലേ ഇത്. നമ്മുടെ അന്നത്തെ യാത്ര 2 വീലറിലായിരുന്നു കേട്ടോ. നമ്മുടെ റിസോർട്ടിന് വെളിയിൽ തന്നെ അവരിങ്ങനെ 2 വീലേഴ്സ്, അവരല്ല, വെളിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ റോഡിൽ തന്നെ 2 വീലേഴ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണ് കേട്ടോ. അപ്പോൾ വളരെ വളരെ ചീപ്പായിട്ടാട്ടോ, ഒരു ദിവസത്തെ എമൗണ്ടൊക്കെ തന്നെ വളരെ ചീപ്പായിട്ട്. മിക്കവരും അങ്ങനെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. 2 പേർക്കും ഹെൽമെറ്റ് വേണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, പുറകിലും ബാക്കിലും ഫ്രണ്ടിലും ഇരിക്കുന്നവർക്ക്. പിന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെ നല്ല കാട് പോലത്തെ ഏരിയ, 2 സൈഡും ഭയങ്കര തണുപ്പുമാണ്. അതുപോലെ തന്നെ മഴയുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇടയ്ക്കൊരു വട്ടം മഴ പെയ്തുള്ളൂ, പക്ഷെ നനവുള്ളതുകൊണ്ട് തന്നെ വെയിലും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കുറവായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. അത് അടുത്ത ദിവസം എന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു, അത്രയ്ക്ക് വെയിലായിരുന്നു. നമ്മുടെ നാട് പോലത്തെ തന്നെ ചൂടാട്ടോ അവിടെ. പക്ഷേ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ സ്ഥലം, ഇത് ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലെയല്ല കേട്ടോ. 2 സൈഡും ഭയങ്കര കുഞ്ഞ് റോഡുകളാട്ടോ, വളരെ കുഞ്ഞ് റോഡുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് കാട് പോലത്തെ സ്ഥലമൊക്കെയാണ്. പാർക്കിംഗ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഷോപ്പ് ചെയ്യും ഇവിടെയൊക്കെ. യുവതിലുള്ള നമ്മൾ ആർട്ട് മാർക്കറ്റിലാട്ടോ പോയത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഈ എന്താ പറയുന്നത്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, അത് എനിക്ക് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടെന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. അതുപോലെ തന്നെ ബുദ്ധൻ, പിന്നെ നമ്മളുടെ കുറച്ച് ദൈവങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് ദൈവമല്ല, മിക്ക ദൈവങ്ങളും നമ്മളുടെയൊക്കെ തന്നെയാണ്. ഗണപതി ഭഗവാന്, ശിവഭഗവാന്, ബുദ്ധൻ, കൃഷ്ണൻ, ഇതെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. പക്ഷെ ഒരുപാട് കടകളുണ്ട്. നമ്മൾ ഓരോ കടയിലും കയറി ഇറങ്ങി അവരെന്നെ പറയും ബാർഗെയിൻ ചെയ്യാൻ, നമ്മളോട് പറയും നിങ്ങൾ ബാർഗെയിൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് പറയും. നമ്മൾ പല കടയിൽ കയറി എല്ലായിടത്തെയും റേറ്റ് അന്വേഷിച്ചിട്ട് വേണം മേടിക്കാൻ. അല്ലെങ്കിൽ
നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ പല കടകൾ കാണും, പലയിടത്തും പല റേറ്റാണ്. അപ്പം നമുക്ക് റിഗ്രറ്റ് അടിക്കും, അവിടെ ചിലപ്പോൾ ഇതിലും വില കുറഞ്ഞ് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കടയുണ്ട്. എല്ലായിടത്തും ഒന്ന് നടന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല തടികളുടെ അവർ കൈകൊണ്ടൊക്കെ പണിയുന്ന അങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നല്ല രസമാട്ടോ എല്ലാം കാണാനും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് മേടിക്കും. ഞങ്ങൾ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല. സ്ഥലം കാണുക, നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും കുറച്ച് പൈസ എമൗണ്ട് ഇറക്കുമല്ലോ, അങ്ങനെ ഉള്ളൂ. ഷോപ്പിങ്ങിന് ഞങ്ങളങ്ങനെ പൈസ കളയാറില്ല. പക്ഷേ ഈ വട്ടം ഞങ്ങൾ കുറച്ച് ഒരു നാട്ടിലെ ഒരു 4,000-5,000 രൂപയ്ക്കകത്ത് ഞങ്ങൾ ഈ വട്ടം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1, 2, 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാലും അത്രയൊക്കെ റേറ്റിൽ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്ര പറഞ്ഞു? ഗണപതി ഉണ്ട് കേട്ടോ, ഗണപതി എനിക്ക് ഭയങ്കര ഇഷ്ടം, ഗണപതി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് ഗണപതി. ഡ്രസ്സിന് 400. എത്ര അവര് പറയണ? എത്ര നാട്ടിലെത്ര രൂപയാ? എന്തിനാ എനിക്ക് വേണ്ട, എനിക്കൊന്നാ മുടിയില്ല. ഇത് കണ്ടോ അവരുടെ മാസ്ക് പോലത്തെ? ചെമ്പകത്തിന്റെ മണല്ലേ? ചെമ്പകത്തിന്റെ മണോ? മറ്റേ നല്ലത്. ഇത് ഗണേശന് 2 lakh അല്ല 3 lakh ആണെന്ന് തോന്നുന്നു. 4 lakh പറഞ്ഞു, ഞങ്ങൾ 3 lakhന് മേടിച്ചു. 3 lakh എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റുപ്പയാണ്, നമ്മുടെ 1500 രൂപയൊക്കെ വരും നാട്ടിൽ. അതുപോലെ തന്നെ ഒരു ബുദ്ധനെ മേടിച്ചു. ബുദ്ധൻ എല്ലാം കൂടെ ഞങ്ങൾ 6 lakh സംതിങ്ങിനെ മേടിച്ചു. 6 lakh എന്ന് പറയുമ്പോൾ എത്ര വരും നാട്ടിൽ? 13,000 രൂപ വരുമെന്ന് തോന്നുന്നു. കറക്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. രസമുണ്ട്. ഇത് വുഡാ കേട്ടോ, ബുദ്ധൻ വുഡാ. ഇത് റെസിനാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജ് മാഗ്നറ്റും ഇതൊക്കെ. ഇതെത്ര? ഇതല്ല ചെമ്പകം. മണത്ത് നോക്കി നീ മറ്റോ കേറാൻ ഒരു മാത്രമുണ്ട്. എന്തിനത്? ഓ എൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തുവാ? ഇതെന്തോ മാസ്ക്? ഇത് എൻ്റെ പേരെന്തോ? എൻ്റെ പേരെന്തോ? അവരുടെ ഒരു ഡാൻസ് ഇല്ലേ, ബറോങ്. കണ്ണ് കിട്ടാൻ വെക്കുന്നവരുടെ ഇവിടുത്തെ ദൈവമാണോ? വേണ്ട വേണ്ട. ശിവ കണ്ടിട്ട് പേടി വരുന്നു. ഈ ബുദ്ധ എത്ര ലക്ഷങ്ങളാ ജീവു ഇതൊക്കെ. ഇതെത്ര? 10,000. എനിക്ക് ലക്ഷത്തിന്റെ നോട്ട് വേണം.
ലക്ഷത്തിൻ്റെ നോട്ടില്ല, എത്ര ലക്ഷം വാങ്ങുന്നത്? 5 lakh. 5 lakh. ഇവിടെ ലക്ഷങ്ങളുടെ കണക്കാണ് ഗൈസ്. 1 ലക്ഷം. വേണ്ടേ 1 ലക്ഷം എന്ന് കാണിച്ച്, 1 ലക്ഷത്തിൻ്റെ രൂപ ഉണ്ട്. 1 ലക്ഷം. ഇത് 50,000, ഇത് 20,000. ലക്ഷങ്ങളുടെ കളിയാണ് ഗൈസ്. പൈസ എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നപ്പോഴാണ് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കുമ്പോഴേ അവർ തിരിച്ച് തരുന്നതും കറക്റ്റാണോ നോക്കണം നമ്മൾ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. നോക്കൂ ജീവു, പേരിട്ടാണ്. ഞാൻ എടുത്തു സ്പൂണിലല്ലേ കഴി, മറ്റേ ബിരിയാണി കഴിക്കും. ബിരിയാണി വിത്ത് നൂഡിൽസ് ഉണ്ടല്ലോ, ഉണ്ടായിരിക്കണം, ഉള്ളിലോട്ടുണ്ട്. ഞാൻ കൈ കഴിയില്ല, ഞാൻ സ്പൂണിൽ കഴിച്ചോളാം. എൻ്റെയും കൂടെ വീഡിയോ എടുക്കൂ. ബിരിയാണി അല്ലേ? മതിയോ? ഞങ്ങൾ ഫസ്റ്റ് ഇന്ത്യൻ ഹോട്ടലിൽ കയറി കഴിച്ചു കേട്ടോ. ഇതിലും നല്ലത് ഇന്തോനേഷ്യൻ ഹോട്ടലിൽ തന്നെ കേട്ടോ, അവരുടെ ഫുഡാട്ടോ ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഫുള്ള് ചെമ്പകമരങ്ങളാട്ടോ. അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോയിൽ എൻ്റെ ചെവിയിലൊരു ചെമ്പകപ്പൂ ഇരിക്കുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കില്ല. ഇവിടെ ഉള്ളവരങ്ങനെ വെക്കാറുമുണ്ട്. ഫുൾ ചെമ്പകം, അതുപോലെ തന്നെ ഇവിടെ ചന്ദനത്തിരി എല്ലാവരും ഇങ്ങനെ കത്തിച്ച് വെക്കും, ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ചെമ്പകപ്പൂ. പല ടൈപ്പിലെ ചെമ്പകപ്പൂക്കളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതേ റൂമിൽ വന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ വീഡിയോ. ആകെ ടയർഡായിരിക്കും കേട്ടോ. പിന്നെ നാളെ നമുക്ക് രാവിലെ ഇവിടുത്തെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകണം. അപ്പം അതിന് നമ്മൾ ആരെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്? ക്ലൂക്ക് വഴി നമ്മൾ ഒരു ടീമിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.